ഞാൻ ഈ തട്ടിയിടുന്നുണ്ട മുല്ലപ്പൂവാണോ അല്ലെങ്കിൽ കാപ്പിപ്പൂവാണോ ആരും തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ. ഇതാണ് മുരിങ്ങപ്പൂ. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. അതിന് കൂട്ടുകാരനായിട്ട് നമ്മൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്ക സീസൺ ആയി തുടങ്ങിയല്ലോ, അപ്പം ഇഷ്ടംപോലെ ചക്കക്കുരും ചക്കയും കിട്ടി തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അറിയത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് വേവാൻ വേണ്ടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കുക്കറിനകത്തൊന്ന്, അതുപോലെ നമ്മുടെ മുല്ലപ്പൂ അല്ലല്ല മുരിങ്ങപ്പൂ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇത് നല്ല വലയ്ക്കകത്തൊക്കെ വീണതാണെങ്കിലും നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നേരെ ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് എണ്ണയിട്ട് അതിനകത്ത് കുറച്ച് കടുവും പൊട്ടിച്ച് അതിനകത്തോട്ട് ഉള്ളി ഇട്ടിട്ട് നമുക്ക് നേരെ എന്ത് തട്ടാം, നമ്മുടെ അരപ്പിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് അതിനകത്ത് നമുക്ക് മുരിങ്ങപ്പൂ തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി അതൊന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മറ്റേ വേവിച്ചെടുത്ത ചക്കക്കുരും കൂടെ ചേർത്ത് കൊടുക്കുന്നു. മുരിങ്ങപ്പൂ കാണുന്ന പോലെ ചെറിയ ആളൊന്നും അല്ല കേട്ടോ. മുരിങ്ങയിലയുടെ അതേ ഗുണങ്ങളുണ്ട്. റിച്ച് പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ, സീ യു.